ഹലോ മൈ ഗായ്സ്. അപ്പോൾ നമ്മൾ ബസ് സിമുലേറ്ററാണ്. അപ്പോൾ ബസ് സിമുലേറ്റർ ഞാൻ അധികം നേരം കളിക്കൂല, കാരണം എൻ്റെ ചാർജ് 12 ഉള്ളൂ. ഞാൻ അധികം നേരം ഒന്നും കളിക്കൂല, ബട്ട് ഞാൻ മാക്സിമം നിങ്ങളൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ബസ് സിമുലേറ്റർ ഞാൻ വണ്ടി ഒന്ന് ഇവിടെ നിർത്തിയിട്ടപ്പോൾ ഗായ്സ് എന്താ പറയുക, നമ്മളെ വണ്ടി ഇവിടുത്തെ പിള്ളേരൊക്കെ പാടി വന്നിട്ട് എൻജിന് കളിച്ച്. അപ്പോൾ എൻജിന് കളിച്ചപ്പോൾ അറിയാലോ, കുട്ടികൾ കളിച്ചാൽ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ആവണില്ല, റിവേഴ്സ് ഒന്നും പോകണില്ല ഗൈസ്. അപ്പം ഞാൻ റെഡി ആക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മളത് റെഡി ആക്കിയിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ മെക്കാനിക്കലിനെ വിളിച്ച് നമ്മളെ വയനാട് ബസ് ചെറുതായിട്ടൊന്ന് കേടുന്നു. അതാ പിള്ളേർ കളിച്ചതാണ്, പിള്ളേർ കളിച്ചത് സീനാണ്. ഇപ്പം നമ്മൾ ഈ ബസ് മോഡിൻ്റെ ലിവറൊക്കെ വേണ്ടവർ എന്താ പറയുക കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉടനെ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മാത്രമേ ഞാൻ അതിൻ്റെ എപ്പിസോഡ് ഞാൻ അതിനായിട്ട് വേറെ ഒന്നിടുന്നതാവും. അപ്പോൾ എല്ലാവരും നമ്മൾ കമൻറ്റ് ഇട്ടാൽ മാത്രമേ നമ്മൾ എന്താ പറയുക അങ്ങനെ ഇടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വെച്ചെടുക്കാം. നിങ്ങളുടെ ഡ്രീംസിലും അടുത്തെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കാം. അവനൊരു വില്ല് ആ പാട്ടൊക്കെ വേണം, പക്ഷെ ഇപ്പോൾ ഇല്ല. ഒരു വ്ളോഗ് എടുക്കുക, തട്ടി. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എന്താ പറയുക, ഈ ബസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്, ബസ്സൊന്ന് ഇവിടുന്ന് കാണിച്ചു തന്നിട്ട്, ഞാൻ ഇത്ര ഒരു ആഴ്ച ആയിട്ടുള്ള ഈ വണ്ടി എടുത്തിട്ട്, പക്ഷേ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഗിവ് അവേൻ്റെ കാര്യം പറഞ്ഞാൽ അതിൽ ആരും പങ്കെടുത്തിട്ടാവില്ല, നമ്മൾ ഗിവ് അവേ നടത്തുന്നില്ല. ബട്ട് നമ്മൾ BMW അതിന് പകരം ഗിവ് അവേ നടത്തുന്നുണ്ട്. അതിന് വേണ്ടവർ ആ OTV അതിൽ ഇതെടുത്തത് എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം. എൻ്റെ മറ്റേ BMW ആ തൊപ്പിനൊക്കെ സ്റ്റിക്കർ അടിച്ച് അതിൽ ഉണ്ടാവും. അതിൽ പോസ്റ്റിൽ കളിച്ചാൽ മഹീന്ദ്രൻ്റെ ഫോട്ടോയിൽ ഗുഡ് വെച്ചാൽ അതിൽ എന്താ പറയുക ഒരു കമൻറ്റ് ഇടുക. ആ കമൻറ്റിൽ 0 ലൈക്ക് ആർക്കാണോ അവർക്ക് ആ BMW നമ്മൾ സ്പോട്ടിലില്ല. നമ്മൾ എന്താ പറയുക, ഇന്നിപ്പോൾ ജനുവരി 20 ആവോ, നമുക്ക് ഒരു 20-ാം തീയതി കൊടുക്കാം. ജനുവരി 20-ാം തീയതി നമ്മൾ BMW നമ്മൾ ഗിവ് കൊടുത്തു. 1-ാം തീയതി ഇവിടെ ആരും വോട്ട് എടുക്കാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കില്ല. ആ 2 ആൾക്കാർ വോട്ടെടുത്ത്, പക്ഷെ അവർക്ക് രണ്ടാളും റൂൾസ് പാലിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വയനാട് ബസ് ഒന്ന് കാണിച്ചു തന്നിട്ട് നമ്മൾ പോകുന്നതാണ്. ഇത് ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. ആരും എത്ര ഇതിൻ്റെ ഫുൾ വീഡിയോ വേണ്ടവർ എന്താ പറയുക, നമുക്ക് കമൻറ്റ് ഇട്ടാൽ നമ്മൾ ഫുള്ള് വെറൈറ്റി ആക്കുന്നതാവും. നമ്മൾ ഇനി മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കണമെങ്കിൽ അതും നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലെയർ ആയിട്ട് നമുക്ക് കളിക്കാം. മൾട്ടിപ്ലെയറിന് ഈ ബസ് നടക്കൂല, കാരണം മോഡ് ബസ്സുകളൊന്നും മൾട്ടിപ്ലെയറിന് നടക്കൂല കാര്യം. അപ്പോൾ ഞാൻ വണ്ടി നല്ലപോലെ പാർക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മളെ വയനാട് ബസ്, എല്ലാവരും കണ്ടോളി. സ്വന്തം വയനാട് ബസ്സാണ്. ഇനി ഈ വയനാട് ബസ്സിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ഇടുക. പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ച് അരമ്പാടി വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. നമ്മൾ കുറച്ച് വീഡിയോ ഇടാം അല്ലേ, കുറച്ച് നേരമുള്ളൂ ഗൈസ്. നമുക്ക് വീഡിയോ ഇടാം. എന്താ പറയുക, നമുക്കതുവരെ നമുക്കൊന്ന് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഇനി എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലാണ് എല്ലാവർക്കും കാണിച്ചു തരാൻ പോണത്. ഇപ്പോൾ വേണ്ട, ഇപ്പം അങ്ങനെ ഉണ്ട്, അത് സീനായില്ല. അതുവരെ ഗൈസ്, നമ്മൾ ഗിവ് അവേൻ്റെ കാര്യങ്ങളാരും മറന്നിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കിൽ കണ്ടോളി. അപ്പോൾ നമ്മൾ ഓട്ടക്കാരനൊക്കെ വട്ടം കിട്ടാം. ക്രസ്റ്റ് അമാരിക്കോ ക്രസ്റ്റാ സോറി ആളെ കേട്ടാ മുന്നിൽ. പക്ഷെ നമ്മൾ ഇടിച്ചിട്ട് പോകണം. നമുക്ക് ഇന്ന് കുഴപ്പമില്ല, നമുക്ക് ഇടിച്ചാലും കുഴപ്പമില്ല,
നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് വേണം, വണ്ടിയിൽ ഇരിക്കുന്നവർക്കൊക്കെ എന്റർടൈൻമെന്റ് വേണം. നമ്മൾ എന്റർടൈൻമെന്റ് മാക്സിമം നോക്കുള്ളൂ. കാണുത്തേ അതൊക്കെ ഉണ്ടാവും. പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡ്രൈവിൽ പിറോ പിറോ. അപ്പൊ നമ്മളിവിടെ വ്ളോഗ് നമ്മൾ അവസാനിക്കാൻ നമ്മൾ ഉദ്ദേശിക്കണില്ല, കുറച്ചും കൂടി ഇന്ന് കണ്ടോളൂ. എന്താ പറയാ, ഇത് കാണിച്ചു തരാൻ പോകണേ. ഇതൊക്കെ ഉണ്ടാവും. എന്റർടൈൻമെന്റ് വേണം, എല്ലാവർക്കും എന്റർടൈൻമെന്റ് വേണം. ജസ്റ്റ് ഒരു മിനി ബ്ലോഗ് എന്ന് ഉദ്ദേശിച്ചു, പക്ഷെ ഒരു ബിഗ് ബ്ലോഗ് ആക്കാൻ പറ്റില്ല. അപ്പൊ എന്താ പറയാ, എവിടെ എത്താനൊന്നായി ചെയ്യാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. നമുക്ക് ബീച്ചിൽ പോവാ. ബീച്ചിൽ പോകണമെങ്കിൽ മാപ്പ് മാറ്റണം. നമുക്ക് വയനാട് ബസ് തന്നെ പോകണം. ഒന്ന് ബീച്ചിൽ പോവാ. നമുക്ക് ഈ മാപ്പ് ഒഴിവാക്കണം. നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? നിങ്ങൾക്കുള്ള എന്റർടൈൻമെന്റ് ആണ് ഞങ്ങൾ ഇഷ്ടം. ഇപ്പൊ നമ്മള് മാപ്പൊക്കെ ഡൗൺലോഡ് ആക്കി. നമ്മള് ബീച്ചിന്റെ മാപ്പ് വേണമെങ്കിൽ കമന്റ് ഇടുക. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് നമുക്ക് കമന്റ് ഇടാം. ബസ്സിന്റെ ലിവർ മോഡാണ്, ലിവറിന്ന് അയക്കുക. മാപ്പിന്റെ പേരാണ് മാപ്പ് പ്ലേസ് എന്ന് അയക്കുക. ഇനി നിങ്ങൾക്ക് എന്താ പറയുക, വയനാട് നമ്മൾ പറഞ്ഞു ഗിവന്റെ അത് വേണമെങ്കിൽ നമ്മൾ മഹീന്ദ്രന്റെ കൊണ്ടിടുക. അങ്ങനെ ലൈക്കും കമന്റ് ഒക്കെ നമ്മൾ കൂടുതലുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇനി ബസ്സിന്റെ വീഡിയോ തന്നെ നമ്മൾ ഇട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിന്ന് ഒരു ജൈഗുരു നിങ്ങൾക്ക് തരുന്നതാവും. ഇതിന് 1 മില്യൺ റുപ്പീസ്, ഇന്ത്യക്ക് 1 മില്യൺ റുപ്പീസ് ഒന്നും ഇല്ല. പക്ഷെ നമ്മളെ കുറച്ച് ചെക്കന്മാരുണ്ട്, ഓരേക്കൊന്ന് പൈസ തരുന്നതുമാവും. മാത്രമല്ല ഇതിൽ കുറെ അസിസ്റ്റന്റ് ഒക്കെ നിൽക്കാൻ പറ്റിയ ഇതൊക്കെ മോഡൊക്കെ ഉണ്ട്. അതൊക്കെ വേണ്ടവർ കമന്റ് ഇടാം. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞ നമ്മൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് കണ്ടെടുക്കണ്ട്. നമ്മൾ മാപ്പ് പറഞ്ഞവരെ നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ ലെഫ്റ്റ് എടുക്കുക. നേരെ കുറച്ച് തോനായിട്ട് പോവാണ്ട്, കുറച്ച് തോന അങ്ങോട്ട് പോയിട്ട് നമ്മള് അങ്ങനെ കുറച്ച് തോനായിട്ട് പോകണം. കുറച്ച് തോനെന്ന് പറഞ്ഞാൽ കുറച്ച് തോന പോകണം. മാപ്പ് പറഞ്ഞവര് പോകാൻ നിന്നാൽ നിങ്ങൾക്ക് ബീച്ചിലെത്തില്ല. പകരം നിങ്ങൾ മാപ്പിന് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തുള്ളൂ. നമുക്ക് എത്താത്ത സ്ഥലത്ത് എത്തണം. നമുക്കിങ്ങനെ ക്രിയേറ്റിവിറ്റി വേണം. എന്താ സ്പീഡ് ട്രാക്കിംഗ് കൂടാടാ. ഓരോരു ട്രാക്ക് ഉണ്ടായി, പക്ഷെ ഓരായി കൂടി പോരാ. അതുകൊണ്ട് നമ്മൾ ഇടിച്ചു പോയി മാവിടെ തെറ്റാണ്. ഇങ്ങനെ കുറച്ച് പോയി സാധനം വഴി മറക്കാൻ ഇങ്ങനെ നല്ല അങ്ങനെ തന്നെ ആവും. അതങ്ങനെ എടുക്കാം. ലെഫ്റ്റ് തന്നെ കൊണ്ട് ഫുള്ള് ലെഫ്റ്റാണ് ഗൈസ്, ഫുള്ള് ലെഫ്റ്റാണ്. അതാ നമ്മളെ ബീച്ചിന്റെ കുറച്ച് സുനാമി ഉണ്ടല്ലോ, മലയാണ്. സുനാമി നമ്മൾ കാറിന്റെ അടുത്ത് പോണായിട്ട്, സുനാമിയുടെ അടുത്ത് പോണുണ്ട് ഗൈസ്. പക്ഷെ നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മള് സ്പീഡ് നമ്മൾ ഫുള്ള് എടുത്താൽ വരെ കണ്ട് പറന്നാണ് പോകും. വണ്ടീന്റെ അടുത്ത് നിൽക്കൂലൊന്നും. നമ്മൾ ഫ്യൂവൽ കുറവാണ്. കുറച്ച് ഫ്യൂവൽ എടുക്കണം. ഇൻഡിക്കേറ്റർ അടിക്കണം. ഫ്യൂവൽ വണ്ടി പറ്റ കുറവാണ്. 60 നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം. നമ്മൾ എപ്പോഴും ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടി നമ്മൾ ഫ്യൂവലൊക്കെ അടിച്ചിട്ട് വേണം. അത്യാവശ്യം നമ്മൾ ഫ്യൂവലൊക്കെ അടിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഫ്യൂവലൊക്കെ അടിച്ച് വണ്ടി കിട്ടാൻ കുറച്ച് തടി ഉണ്ടാകുമ്പോൾ ഒരാഴ്ച എടുത്തിട്ട്. പക്ഷെ നമ്മൾ ഓടിച്ചിട്ട് നമ്മൾ ട്രിപ്പൊന്നും പോയിട്ടില്ല. നമുക്ക് ഈ ട്രിപ്പൊക്കെ പോകണം. എപ്പോഴും നിങ്ങൾ സപ്പോർട്ട് തന്നാൽ നമ്മൾ എങ്ങോട്ട് പോകണമെങ്കിലും നമ്മൾ വയനാട് ബസ്സിൽ എങ്ങോട്ട് പോകണമെങ്കിലും ഉറപ്പാണ് നമ്മളെ വീഡിയോ ഇടും. നിങ്ങൾ ഒരാളെ സപ്പോർട്ട് മതി. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ വണ്ടിയിൽ ലൈറ്റ് ഇട്ടിരിക്കുക ഗൈസ്. ലൈറ്റ് ഇട്ട് കണ്ടിരിക്കല്ലേ? എന്താ മനസ്സിലോ ലൈറ്റ് ഇട്ടൊന്നും അറിയണില്ല. ഉറക്കത്തതാണ്. ലൈറ്റ് ബമ്പർ നോക്കി, ലൈറ്റ് നോക്കി.
ലൈറ്റ് ഇടുമ്പോൾ ഒരു വ്യത്യാസം വരണ്ടേ ആണ്. ഞാൻ രാത്രി ഞാൻ ചെറിയ വ്ളോഗ് തരാം. ചെറുത് വണ്ടി ലൈറ്റ് ഒക്കെ ഇട്ടത് വണ്ടി രാത്രിയാണ് സീന് മക്കളെ. അപ്പൊ ഞാൻ ബീച്ചിനടുത്തുമ്പോ മഴയൊക്കെ പെയ്യുക സീനാണ്. പിന്നെ നമ്മള് ലെഫ്റ്റ് ആട്ടാ. ഞാൻ നേരെ പോകാൻ പറ്റിയ നേരെ ലെഫ്റ്റ് എടുക്കാം. ഇത് 1 വേ ആണ്. അത് നമ്മള് ലെഫ്റ്റ് എടുക്കാണ്ട് പെടലിന്റെ പടം ഞാൻ ഈ റോഡൊക്കെ മറന്നിട്ട് പക്ഷെ ഒരു ഇതിലാണ്ട് പോവാണ്. അതുകൊണ്ടാവുന്ന പറഞ്ഞാണ് പോവാണ്. ഈ മണലുള്ളോടത്ത് കൂടി പോവാൻ നിക്കണ്ട. അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ തന്നെ പോണേ. പക്ഷെ അങ്ങനെ പോവാൻ നിക്കണ്ട. അങ്ങനെ പോയത് കുറെ സ്ഥലത്ത് മണലുണ്ട്. ഈ ബീച്ചിൽ തന്നെ ആൾക്കാർ മണലൊക്കെ കണ്ടുപോകും. അപ്പൊ ഇങ്ങനെ ഈ ചെറ്റാൾ എന്താ കാട്ടുന്നത് മായ കൊണ്ടാ അടിയാണ് കിട്ടും. ഇവിടുന്ന് ഒരു കുമ്പ ഇങ്ങനെ മേലെ പൊന്തിക്കുന്നുണ്ടാവും. ആ സാധനത്തിന് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഒരു പ്രതിമ ഉണ്ടാവും. അതിന് നമ്മൾ ലെഫ്റ്റ് തന്നെ എടുക്കണം. ലെഫ്റ്റ് തന്നെ ഫുള്ള് ഗൈസ്. ഒന്നും റൈറ്റ് എടുക്കാൻ പാടില്ല. ഫുൾ ലെഫ്റ്റ്. ഫുൾ ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ലെഫ്റ്റ്. മാപ്പ് പറഞ്ഞ പേര് തീരെ പോകാൻ പാടില്ല ഗൈസ്. നമ്മൾ മിനി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് എടുത്തത്. ഇതൊരു മിനി വ്ളോഗ് അല്ല. ഒരു ബിഗ് സെലൂട്ട് പോകാം. സെലൂട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ആടാക്കി. പിന്നെ നമ്മള് ലെഫ്റ്റ് കിട്ടാ. ഇവിടെ ഒരു ഓറഞ്ച് ഇങ്ങനെ സാധനം കണ്ടാൽ നമ്മൾ ലെഫ്റ്റ് കിട്ടാം. ഒരു ഓറഞ്ച് സാധനം കണ്ടാൽ ഓറഞ്ച് സാധനം കണ്ടാൽ നമ്മൾ ബീച്ചൊക്കെ മുന്നിൽ വന്നു. ബീച്ചൊക്കെ കണ്ടാൽ ഞാൻ പറഞ്ഞില്ല കടലിന്റെ ഇവിടെ എത്തുമ്പോ ഒരു മഴയൊക്കെ പെയ്യുന്നു. നമ്മൾ ബീച്ചാണ്. അങ്ങോട്ട് കാറ് കൊണ്ടുപോകാൻ പറ്റുമോന്ന് ചോദിച്ചാൽ പറ്റും. കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇന്നാലും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ കയറ്റിയ ഇവിടെ റോഡല്ല. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ്. പക്ഷെ നമ്മളിവിടെ പാർക്ക് ചെയ്യില്ല. നമ്മളവിടുത്തെ യാത്രക്കാർക്ക് കുറച്ച് അഡ്വഞ്ചർ വേണം അത്ര. അപ്പൊ നമ്മള് തിരിച്ചു ഒടിച്ചിട്ട് മറിച്ചെടുക്കുക. അപ്പൊ നമ്മള് ഇങ്ങനെ തട്ടിയത് ബീച്ചാണ് ഗൈസ്. ബീച്ച് മാപ്പിന്റെ പേരാണ് ഡെൻപാസർ എന്ന് പറഞ്ഞ മാപ്പിലാണ്. ഡെൻപാസർ ആ മാപ്പിലാണ് നമ്മളെ ബീച്ച് ഉള്ളത്. എല്ലാവരും മിക്ക ആൾക്കാരിലൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ മാപ്പ് ഡൗൺലോഡ് ആക്കിയാലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മറ്റേ നമ്മൾ ഫ്രീ മാപ്പ് ചെയ്യാൻ ഫ്രീ മോഡ് ആപ്പ് അതിലൊക്കെ ഉണ്ടാവും. ഞാനിത് പൈസ കൊടുത്ത് കയറ്റിയത് നമ്മൾ ഡൗൺലോഡ് ആക്കി ഒരു മാപ്പ് അല്ല. നമ്മൾ സ്വന്തം ലീക്ക് നമ്മൾ ഫ്രീ മോഡ് ലീഗ് ഉണ്ടായതാണ്. ഞാൻ ഈ മാപ്പ് ഒന്നും ഡൗൺലോഡ് ആക്കില്ല. മാപ്പ് ഡൗൺലോഡ് ആക്കുന്ന ഇഷ്ടമല്ല. വെറുതെ മാപ്പ് ഡൗൺലോഡ് ആക്കിയിട്ട് നമ്മളെ വണ്ടിയല്ല നമ്മള് സ്പേസ് ഫുള്ളാവാല്ലാതെ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേറൊരു കഥ വരും. ബീച്ചിലുള്ള നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ കൊറേ ഇറക്കാം. കൊറേ ഇറക്കാന്ന് പറഞ്ഞാൽ കൊറേ ഇറക്കണം. മനസ്സിലായ? കൊറേ നല്ല കുറെ ഇറക്കണം. ഇത്ര മതി. നോക്കിടാ. ഇനിയിപ്പോ നമ്മളെ വണ്ടി നോക്കി കൊടുത്താൽ വണ്ടി പൊന്തിനുണ്ടാ കട താന്ന് പൊന്തുന്ന തീരുമാനം അടിക്കുമ്പോ ഇങ്ങനെ പൊന്താണ്. തീരുമാനം അടിക്കുമ്പോ ഇങ്ങനെ പൊന്തിന് വണ്ടി പൊന്തിട്ടാ ഒരു വണ്ടി എടുത്തിട്ട് ഇഷ്ടം പൊന്തി താന്ന്. അതൊക്കെയാണ് കടലിന്റെ പ്രത്യേകതകൾ. പിന്നെ കടലിൽ വന്നാല് നമുക്ക് വണ്ടീനെ കുറെ ഫോട്ടോ എടുക്കാം. അങ്ങനത്തെ ഉപകാരമുള്ളൂ. വേറൊന്നും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്നൊരു ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കറക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും ഇടാം. എവിടെയെങ്കിലും ഇട്ടാ മതി. എല്ലാരും മറ്റേ പറഞ്ഞ ഓർമ്മയാ ഇട്ടോളൂ. നമ്മൾ ബീച്ചിന് ഇവിടെ പറഞ്ഞു നമുക്ക് മാപ്പ് പറഞ്ഞോടത്ത് തന്നെ പോകണം.
നമ്മുടെ മാപ്പ് പറഞ്ഞിട്ട് തന്നെ പോകണം. അപ്പൊ നമ്മൾ ഇനി മുണ്ടൂലട്ടാ, നമ്മൾ ഡ്രൈവിംഗ് സ്കില്ല് ഉണ്ടോളെ. അവരൊരു വലിയ അമ്മനൊരു തൊല്ലിപ്പടക്കെ എന്താ ഗൈസ്, ഇവരൊന്നും മാറി തന്നെ നമുക്ക് മറ്റേ കൂടെ എടുത്താൽ മതി. അവിടെയുള്ള ആൾക്കാർക്ക് പോകും വേണ്ട, ഇവിടെ ഉള്ള ആൾക്കാർക്ക് പോവാനും സമ്മതിക്കൂല. അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇപ്പോഴത്തെ കഥകള്. ഇങ്ങനൊക്കെ പോണ്. ഈ വയനാട് ബസ്സൊക്കെ എങ്ങനെയാണാവോ ഇതിൽ കൂടിയൊക്കെ പോണത്. അതൊരു സ്ക്രാച്ച് പോലും ഇല്ലാതെ ആദ്യമൊക്കെ നമ്മളെ വയനാട് ബസ് ഡ്രൈവർ വേണ്ടത് കമന്റ് ചെയ്യാം. നമ്മളെ വയനാട് വ്ളോഗറിന്റെ ബസ്സാണിത്. പക്ഷെ അയാളിപ്പോ വണ്ടി ഇട്ടിക്കണ്. ഇപ്പൊ പുതിയ വയനാട് ബസ് ഇട്ടില്ല. അതുകൊണ്ട് ഇത് പഴയതാണ്. ഇത് പഴയ ബസ്സാ. അതുകൊണ്ട് ഇത് വിറ്റപ്പോ എന്താ പറയാ, പാളത്ര അങ്ങനെയൊന്നുമല്ല, പാളത്ര ഫേമസ് ആണെന്ന് വെച്ചാൽ കുറച്ചാണ്. പക്ഷെ വയനാട് ഈ ബസ് ഉണ്ടായപ്പോ അയാൾ കുറച്ച് തോനായിരുന്നു, ഫേമസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അയാൾ ഇത്ര ഫേമസ് അല്ല. മാത്രമല്ല ഈ പുതിയ വയനാട് ബസ് കുറച്ച് ഇഷ്ടമായിട്ടുള്ളൂ. കാരണം ഈ പഴയ വയനാട് ബസ് അയാൾ നല്ല രീതിയിൽ പണിയെടുത്തത്, അതൊക്കെ നല്ല ഇഷ്ടമായിക്കണം. അതാണ് ഈ പുതിയ എടുത്ത ബസ് അത്ര പോരാ, അത്ര മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. പക്ഷെ രസമുണ്ട് കേട്ടോ, ഉച്ചക്ക് രസമുണ്ട്. നമ്മളൊരാളെ വണ്ടി ഓടിച്ച നമ്മളങ്ങനെ കളിയാക്കാൻ പാടില്ല. നല്ല രസമുണ്ട് വയനാട് വ്ളോഗർ. ഇപ്പൊ എന്താ പറയാ, നമുക്കത്ര എന്റർടൈൻമെന്റ് ഇപ്പൊ വരുന്നില്ല. അപ്പൊ നമ്മളെന്താ കാട്ടുക? ഞാൻ നിങ്ങൾ വ്ളോഗ് എടുത്തോണ്ട് അത്ര എന്റർടൈൻമെന്റ് ആക്കുന്നില്ലേ. ഞാൻ മാപ്പിന്റെ ഒപ്പം പോയിന്ന്. മാപ്പ് പറഞ്ഞാൽ ഞാൻ പോകുള്ളൂ. പിന്നെ ആകെയുള്ള പ്രശ്നം ഞാനിങ്ങനെ സ്പീഡിലൊക്കെ പോകാൻ ഇഷ്ടം. എനിക്ക് ഈ വണ്ടി മുന്നിൽ വന്ന് നിൽക്കണത്, നമ്മളെ തടസ്സമായി നിൽക്കണത് ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ ഇനി പുറത്തു പോകുമ്പോൾ വണ്ടി മുന്നിൽ വന്ന് നിന്നാല് നല്ല ദേഷ്യം വരും. അതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ബസ്സുകാരന്മാരെ മുന്നിലൊന്നും നമ്മൾ നിൽക്കാൻ പാടില്ല. പക്ഷെ അവർക്ക് നിൽക്കാൻ പറ്റും. അവര് നിന്നാല് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയും. നേരെ മറിച്ച് നമ്മൾ നിന്നാല് ഇറങ്ങി പറയും. ഈ കേരളത്തിൽ തീരെ ഇഷ്ടപ്പെടാത്ത ബസ്സുകളൊക്കെയാണ്, അല്ല ഡ്രൈവർമാരാണ് ബസ്. പക്ഷെ എല്ലാരും ഞാൻ പറഞ്ഞില്ല ഗൈസ്, ചിലവരൊക്കെ ഉണ്ട് നല്ല മനുഷ്യന്മാര്, നല്ലപോലെ വണ്ടി അടിച്ചു പോകും, നല്ല സൈഡില്. ഞാനങ്ങനെ 2-3 ബസ്സിനെ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ. ഒക്കെ സെയിം തന്നെയാണ്. 93% ആൾക്കാര് ബസ് ഡ്രൈവർമാര് ഒന്നും ഓടിക്കാറില്ല. ബാക്കി പക്ഷെ നമ്മൾ ചെറിയ പരിചയം വന്നു കഴിച്ച് നമ്മൾ പുതിയ മാപ്പോട്ട് പോകണം. എന്നിട്ട് നമ്മള് വീഡിയോ അതിന്റെ ഒപ്പം നോക്കണം. ഈ വീഡിയോ അധികം ആരും കാണുന്നില്ല, പിന്നെ നമ്മൾ വെറുതെ ഇടുന്നേ. ആകെ 2-3 ആൾക്കാർ കണ്ട് ഇതേ പോയി. അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ വണ്ടി ഇവിടെ ചൊരിയായി. ഇപ്പൊ ഓടി നിർത്താന്ന് വെച്ചാൽ ഇനി റോട്ടുമ്പോ നിർത്തി വരേണ്ടി വരും. അപ്പൊ ഞാൻ ഈ ബസ്സുകാരന്മാര് പ്രൈവറ്റ് അല്ല, ഗവൺമെന്റ് ബസ്സുകാരില്ലേ, ബസ് KSRTC ഓരോ മൈലാവും. കാരണം ഓരെന്ന് പറഞ്ഞാൽ അമ്പയ്യ റോട്ടുമ്പോ ഓരോ വണ്ടിന്റെ മുന്നിൽ നമ്മൾ നിർത്താൻ പാടില്ല. പക്ഷെ ഓർക്ക് നമ്മളെ വണ്ടിന്റെ മുന്നിൽ നിർത്താൻ പറ്റും. നമ്മളൊന്ന് മുന്നിൽ നിന്നാൽ ഞാനാവും. നമ്മൾ നിർത്തിയാൽ ഞാനൊന്നും സ്വീകരിക്കൂല, ചവിട്ടല് കൊടുക്കാൻ തോന്നുന്നു. ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഫസ്റ്റ് നമ്മൾ കേരളത്തിൽ നിന്ന് ബാൻ ആക്കണ്ട ഈ പ്രൈവറ്റ് ബസ്സുകാരെ. എന്നിട്ട് വലിയ ചെറിയ ബസ്, ഈ പ്രൈവറ്റ് ബസ് ഒഴിവാക്കി നമ്മൾ ഓട്ടോറിക്ഷ ആക്കണം. നമ്മൾ ഇവിടുന്ന് അതിന്റെ പുറം നോക്ക്. ഞാൻ ഇങ്ങനെയല്ല ഡ്രൈവ്, ഞാൻ റിയൽ ലൈഫിലൊന്നും ഇങ്ങനെ ഓടിക്കൂല. ഓടിച്ചാ
ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗെയിമിൽ കളിക്കുന്നത് നമ്മൾ ഒരിക്കലും റിയൽ ലൈഫിൽ കളിക്കാൻ പാടില്ല. കാരണം ഗെയിമിൽ നമ്മൾ ചത്താൽ നമുക്ക് ഒന്നും മണി റീസ്പോൺ ആവാം. ബട്ട് അതേപോലെ അല്ല റിയൽ ലൈഫ്. ചത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതുവരെ വേണം ഞമ്മക്ക് എന്താ പറയാ ഇതാവാന്. അപ്പൊ ഇത്രയുള്ള വീഡിയോ വൈകിട്ടൊക്കെ നോക്ക്. എനിക്കിപ്പോ എന്താ പറയാ വലിയ മൂടൊന്നും ഇല്ല വീഡിയോയില്. മാത്രല്ല നിങ്ങൾ ആരും സപ്പോർട്ടും തന്നെയില്ല, ഒന്നും തന്നെ. ഞാൻ വീഡിയോ കാര്യമില്ല, നിങ്ങൾ ആരും തന്നെയില്ല. അതുകൊണ്ട് നമ്മള് വീഡിയോ നിർത്തണം. അപ്പൊ ഓക്കെ, ലൈക്ക് ചെയ്യാൻ നോക്കി.